അപ്പൊ ഇന്ന് നമ്മൾ മാൾട്ടയിലെ ഗോൾഡൻ ബേയിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഗോൾഡൻ ബേയിൽ ഇവിടെ വന്ന പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരാണ് ഗോൾഡൻ ബേ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങ് പോകാന്ന് വിചാരിച്ചു. അവിടുത്തെ ഇന്ന് നല്ല വെതർ, നല്ല വിൻഡുള്ള ദിവസമാണ്, നല്ല കാറ്റാണ്. അപ്പൊ ഗോൾഡൻ ബേയിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കേട്ടു. നല്ല കാറ്റാണ്, അതുപോലെ വാട്ടർ വേവ്സ്, തിരമാലകൾ നല്ല രീതിയിലാണ് അടിക്കുന്നത്. അപ്പൊ അതൊന്നും കണ്ട് പിന്നെ അവിടുത്തെ മലയുടെ മുകളിൽ പോയിട്ട് കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇന്ന് ഗോൾഡൻ ബേ എന്താണ്, അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല, ഇത്ര ആൾക്കാരുള്ളൂ, കണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് കുറച്ച് സ്ഥലങ്ങളിൽ പോവുക. ഇങ്ങനെ വിശാലമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മൈൻഡിന് റീഫ്രഷ്മെൻ്റ് ആണ് ശരിക്കും. നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് ഇരിക്കാണ്ട് നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു മൈൻഡ് റീഫ്രഷ്മെൻ്റ് എന്ന് പറയും. ഞാൻ അത് ശീലിച്ച് വന്നൊരു കാര്യം കേട്ടോ, ഞാൻ പുറമേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഗോൾഡൻ ബേ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കാറ്റും നല്ല തിരമാലയുണ്ട്. പക്ഷെ അവിടെ പാരഷൂട്ട് വെച്ച് സ്കേറ്റിംഗ് ചെയ്യില്ല, വാട്ടർ സ്കേറ്റിംഗ് അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ സൈഡിലൊരു വഴി കാണാം, അതായത് മുകളിലേക്ക് മലയിലേക്ക് ആൾക്കാർ കയറി പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ നമുക്കും കൂടി ഒന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ. നാട്ടിലൊക്കെ ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് പേടി, കാരണം ഈ ചെരുപ്പ് സ്ലിപ്പാവുന്നുണ്ട് പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് കയറി നോക്കുവാണ് മുകളിലേക്ക്. എന്താണ് മുകളിൽ എല്ലാവരും പോയി കാണാൻ നിൽക്കുന്നത് എന്താണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. പണ്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഭൂതത്താൻകെട്ടിൽ തെന്നി വീണ കാര്യം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് ഇങ്ങനെ കയറാൻ. കാരണം ഇവിടെ വെള്ളത്തിലേക്ക് നമ്മൾ വീണാലും വെള്ളത്തിലേക്കേ വീഴുള്ളൂ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷയില്ല, നല്ല തിരമാല. നമ്മൾ പതുക്കെയാണ് കയറുന്നത്. എന്താണ് മുകളിൽ നിന്ന് കുറേ ആൾക്കാർ പോകുന്നുണ്ട്, നമ്മൾ അത് തേടി പോകുന്നതാണ് ശരിക്കും. നമുക്ക് നോക്കാം എന്നാ മുകളിൽ നിന്ന്. ഇതിൻ്റെ അങ്ങ് മുകളിൽ നിന്ന് ഒരു ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ കയറാൻ കുറച്ച് പേടിയുണ്ട്, കാരണം ചെറിയ പിള്ളേർ വരെ അതിൻ്റെ മുകളിൽ നിന്ന് കയറാൻ എളുപ്പം, പക്ഷെ തിരിച്ചിറങ്ങി വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. ഇതേ കണ്ടോ, മുകളിലേക്ക് നോക്കിക്കോട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ മുകളിൽ നിന്ന് ഒരുപാട് ഹൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇവർ എവിടെ പോയിട്ട് വന്നതാണെന്ന് അറിയില്ല. അത് കയറുന്നുണ്ടോ. അപ്പോൾ ഇതാണ് വാട്ടർ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം. കണ്ടോ, ഒരു പുള്ളി പോകുന്നുണ്ടോ. അതെങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഇറങ്ങാം. ഒരുപാടങ്ങ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വിഷയമാവും എന്നുള്ളൊരു പേടി കാരണം നമ്മൾ അങ്ങോട്ട് ഇറങ്ങി അടുത്തേക്ക് ക്യാമറ ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് തന്നെ ചിരി തോന്നി, പുറകിലത്തെ കടലൊക്കെ വെളുത്തിരിക്കണം. എൻ്റെ ദുരിതമാണല്ലോ ക്യാമറ. പോട്ടെ, എന്നാലും ബാക്ക് ക്യാമറ അടിപൊളിയായിട്ട് ജീവിച്ചു പോകണം. മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ കയറൽ നടക്കുമെന്ന് തോന്നുന്നില്ല, കാര്യം സ്ലിപ്പാവുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിറങ്ങി വരണം. അവിടെ ചെന്നാലും കുറേ കല്ലുകളും അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം, അതാണ് കാണാനുള്ളത്. ഇതാണ് ഗോൾഡൻ ബേ. നല്ലൊരു ഇതാണ്, മാൾട്ടയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ വിസിറ്റ് ചെയ്യുക, വരാൻ പോകുന്നവരും ഇത് മറക്കണ്ട. അപ്പോൾ ശരി, നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ബൈ.